അപ്പോൾ അതാ നമ്മൾ ഒരു ഞായറാഴ്ചത്തെ വീഡിയോടാണ് കേട്ടോ. അത് എടുത്ത് വയ്ക്കാൻ ഇടാനായിട്ട് ഇച്ചിരി ലേറ്റായി പോയതാണ്. അപ്പോൾ അതാ ഒരു സൺഡേ ഇച്ചിരി സ്പെഷ്യലായ ആയിട്ട് നമുക്ക് ചക്ക വേവിച്ചത് മീൻകറിയും ഒക്കെ ആയിട്ട് കൂടാമെന്ന് വിചാരിച്ച് ഒരു ചക്ക വെട്ടി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത്യാവശ്യം മൂത്ത ചക്കയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ മുറിച്ച് അതിലിങ്ങനെ ഇങ്ങനെ പറ്റിയോണ്ടിരിക്കുകയാണ്. അങ്ങനെ മുറിച്ച് നമ്മളത് ആദ്യം സെൻറ്ററിൽ നിന്ന് മുറിച്ച് പിന്നെ നമ്മളത് രണ്ടായിട്ട് മുറിച്ച് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് എടുക്കാം. അതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ 2 പീസാക്കി അത് വീണ്ടും നമ്മൾ 2 പീസാക്കും. എന്നിട്ട് വേണം ചെറുതായിട്ട് വീണ്ടും കട്ട് ചെയ്തിട്ട് നമുക്ക് അടത്തി ഇടാനായിട്ട്. ഞായറാഴ്ച ദിവസം ആണ് കേട്ടോ ഇങ്ങനെയുള്ള സ്പെഷ്യൽ നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം ഒറ്റയ്ക്കാകുമ്പോഴത്തേന് നമുക്കൊരു മടുപ്പാണ് എല്ലാം ഉണ്ടാക്കാനായിട്ട്. ആരെങ്കിലും കൂടാനുണ്ടെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം നമ്മൾ മുറിച്ച് ഇനിയിപ്പോൾ അത് രണ്ടായിട്ടും കൂടെ മുറിച്ച് എടുക്കണം. പിള്ളേർ ഇവിടെ നടക്കണമെന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പച്ചച്ചക്ക ആയതുകൊണ്ട് പിള്ളേർക്ക് അത്ര ഇതില്ല. പഴുത്ത ചക്കയാണെങ്കിൽ എല്ലാവർക്കും മുറിക്കുമ്പോഴേ ആവശ്യമാണ്. ഇപ്പോൾ പച്ച ആയത് കാരണം ആർക്കും വേണ്ട തിന്നാനായിട്ട്. പിന്നെ അങ്ങനെ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് പെട്ടെന്ന് അടത്തി എടുക്കണം. അങ്ങനെ ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് അതൊക്കെ അടത്തിയിട്ട് അത് കഴിഞ്ഞ് നമുക്കത് അരിഞ്ഞ് വേവിക്കണം. നമ്മൾ വൈകിട്ട് ചക്ക വേവിച്ചത് മീൻകറി കഴിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോൾ അരിഞ്ഞ് തീരുന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും അത്യാവശ്യം തന്നെ ചക്ക നമ്മൾ എടുത്തിട്ടുണ്ട് വേവിക്കാനായിട്ട്. ഇത് നമ്മൾ എത്ര അരിഞ്ഞ് പെറുക്കി എടുത്ത് വേവിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കിനും അതിലൊരു അല്പമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളേറെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അടത്തിയെടുത്ത് വേവിക്കണം. എല്ലാവരും ഈ ഒരു സമയത്ത് എല്ലാവരുടെയും വീട്ടിൽ ചക്കയും ചക്കക്കുരു മാങ്ങ അങ്ങനെ ഒരു സീസൺ സമയമാണല്ലോ ഇപ്പം. ചക്കയുടെ വിഭവങ്ങൾ ചക്ക വറക്കാനും വേവിക്കാനും ഒക്കെ ഇൻട്രസ്റ്റ്. അപ്പോൾ അതാ നമുക്ക് മീൻ ഇന്ന് തിലോപ്പിയാണ് മീൻ കിട്ടിയിരിക്കുന്നത്. ഇപ്പം മീനെല്ലാം വെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതൊന്ന് കറിയും കൂടെ ആക്കണം. ചക്കയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീൻ കറിയും കൂടെ ഒന്നാക്കി കൊടുക്കണം. സാധാരണ മീൻകറി വെക്കുന്ന പോലെയൊക്കെ തന്നെ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒരു തക്കാളിയും ഒക്കെ ഇട്ട് അതിനുശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ചൂടായി മൂപ്പിച്ച് എടുക്കണം. അതിനുശേഷം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ച് എടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് അപ്പുറത്ത് ചക്ക അത്യാവശ്യം നമ്മൾ അരിഞ്ഞെല്ലാം പെട്ടെന്ന് തന്നെ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. ചക്ക വേവിച്ച് അത്യാവശ്യം റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ മീൻകറി റെഡിയാവും. അപ്പോൾ അതാ മീൻകറി അത്യാവശ്യം പൊടിയെല്ലാം മൂത്തു. നമ്മളതാ വെള്ളം ഒഴിച്ചു കൊടുത്തു. ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ പുളിയും ഇട്ട് ഇച്ചിരി ഉപ്പുപൊടിയും കൂടെ ഇട്ട് അത്യാവശ്യം മീൻകറി ഒന്ന് ചൂടായി തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ
നമ്മുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ എടുത്ത് വെച്ച പാത്രം കൂടി ഞാൻ ഒന്ന് കഴുകി ആ മുളകും കൂടി ഇട്ടതാ നമ്മുടെ കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറി അത്യാവശ്യം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളത് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിയുമ്പോൾ മീൻ കഷ്ണം കൂടി ചെറിയ തിള വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ കഷ്ണം കൂടി നമ്മളതിനകത്തേക്ക് പെറുക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇന്നത്തെ മീൻകറിയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീൻകറി അവിടെ ഇരുന്ന് അടുപ്പിൽ നിന്ന് സെറ്റാവട്ടെ. ആ സമയത്ത് നമുക്ക് ചക്കയും ബാക്കി കുഴച്ച് എടുക്കാം. അപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ പിരിഞ്ഞ് കഴിക്കുന്നത് ഒരു സന്തോഷമുണ്ടല്ലോ. മഴ അത്യാവശ്യം നന്നായിട്ടൊന്ന് പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കഴിക്കാനുള്ളത്? ചക്ക വേവിച്ചതും മീൻകറിയും കട്ടൻ ചായയും കൂടെ കൂട്ടി ഒരു പിടിയങ്ങ് പിടിക്കാം. അപ്പോൾ നമ്മുടെ കറിയും ചക്ക വേവിച്ചതും ഒക്കെ റെഡിയായിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചായയും കൂടെ കൂട്ടി കഴിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.